ചെയ്യുമ്പോൾ ഒരു തലേന്ന് നിങ്ങൾ ഒരു പോസ്റ്റ് കാണുന്നു, എൻ്റെ ഇപ്പം തന്നെ സിനിമയെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്, വേണമെന്ന് വെച്ചാൽ നമുക്ക് നിയമപരമായി ഇതിനെ നേരിട്ടൂടെ? അല്ല, തീർച്ചയായിട്ടും അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നടത്താവുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സിനിമ ഇത്രയും വലിയ കോസ്റ്റിൽ 132 ദിവസം ഷൂട്ട് ചെയ്തൊരു സിനിമ നമ്മൾ ഒരു വർഷം മുന്നെയാണ് ഈ സിനിമ ഷൂട്ടിങ് ആരംഭിച്ചത്. നമ്മൾ മെയ് 1-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ സംഘടനയിൽ, നമ്മുടെ കുടുംബത്തിൽ അംഗമായിട്ടുള്ള ഒരു മെമ്പർ നാളെ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഇതാ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു. മെയ് 1-ാം തീയതി ഇന്ത്യയിൽ ഒറ്റ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളൂ. അതിന് വേറെ നമ്മുടെ സിനിമയല്ല എന്ന് പോലും വിചാരിക്കാനായിട്ട് വേറൊരു സിനിമ കൂടെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയെ ഉദ്ദേശിച്ച് മാത്രമായിട്ടാണ്. അങ്ങനെ അത് ചെയ്യും. ഞങ്ങൾ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇൻ്റർവ്യൂ കുറേ മാധ്യമങ്ങൾക്ക് വിളിച്ചിട്ട്, ഓൺലൈനെ വിളിച്ചിട്ട് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൽ നിന്ന് ഒരു ഓൺലൈനിൽ നിന്ന് മാത്രമാണ് ഒരു ചോദ്യം വന്നത്, ഇങ്ങനെ നിഷാദ് പോയ ഒരു പോസ്റ്റ് ഇട്ടല്ലോ എന്ന് പറഞ്ഞിട്ട്. അതിന് ഞങ്ങൾ കൊടുത്ത റിപ്ലൈക്കാണ്, അതായത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ സിനിമ സംഘടനയ്ക്ക് തന്നെ, സിനിമ കുടുംബത്തിന് തന്നെ ഏറ്റവും കൂടുതൽ മാനക്കേട് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്. അതിന് റിപ്ലൈ ആയിട്ട് വീണ്ടും ഇതേ ഓൺലൈനിനെ വിളിച്ചിട്ട് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ്. അപ്പം ഞങ്ങളുടെ വശത്ത് നിന്ന്, അതായത് റൈറ്ററെയോ ഡയറക്ടറെയോ പ്രൊഡ്യൂസറുടെയോ വശത്തു നിന്ന് ഒരുമിച്ചല്ലാതെ തനിയായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ഒരു പരിധിവരെയുള്ള ആൾക്കാർ അയാൾ പറഞ്ഞത് ശരിയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് അതിനെ വന്നിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് കമൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഞങ്ങൾക്കൊരു പോസ്റ്റ് പോലും ഇടാൻ പറ്റത്തില്ല, മുഴുവൻ നെഗറ്റീവ്. അപ്പോൾ കള്ള പ്രൊഡ്യൂസർ, അതായത് വന്നിട്ട് മോഷ്ടിച്ച കഥയല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സോങ് പുതിയതായിട്ട് റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കഥ അല്ലെ അതിൻ്റെ ഒരു മ്യൂസിക് വേറെ ഏതോ ഒരു കൊറിയൻ പടത്തിൻ്റെ മ്യൂസിക്കുമായിട്ട് സാമ്യമുണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഇത് എൻ്റെ വേർഷൻ അല്ല, ആക്ച്വലി ഇതേ കഥ തന്നെ ഷാരിസ് ഇതിന് മുമ്പ് എന്നോട് പറഞ്ഞതാണ്, ഒരു വർഷം മുമ്പ് തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അന്ന് ഞാനിത് പ്രൊഡ്യൂസ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഡയറക്ടറായിട്ട് ഡിജോ വന്നു കഴിയുമ്പോഴാണ് ഞാൻ ഈ പടത്തിന് ഓക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നാമ്പുറം കഥകൾ. പക്ഷെ ഇതിപ്പോൾ മനുഷ്യന് പുറത്ത് ഇറക്കി നടക്കാൻ പറ്റിയതല്ലാത്ത വിധത്തിൽ ഡിജോയൊക്കെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അവൻ ലിറ്ററലി ഫോണിൽ വിളിച്ച് കരഞ്ഞു. കാരണം ഒരു പടം നമ്മളൊക്കെ എത്രയോ സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട്, ക്യാഷ് പോയിട്ടുണ്ട്, അതിനൊന്നും നമുക്കൊരു പ്രശ്നം പോലും ഇല്ല. ഇങ്ങനെയാണ് ഒരു സിനിമയെ അപമാനിക്കുന്നത്. അത് സിനിമാ കുടുംബത്തിലുള്ളവർ തന്നെ. അങ്ങനെ ഇരിക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായ സ്ഥിതിക്കാണ് ഞാൻ എൻ്റെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു. ഞാൻ ഉണ്ണിയേട്ടനെ വിളിച്ചു പറഞ്ഞു, ഇത് ഇങ്ങനെയാണ് ഒരു സംഘടന ചെയ്യേണ്ടത്, ഇത് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചിട്ട്. അതായത് വന്നിട്ട് ഇതേ ഡയറക്ടറായിട്ട് തന്നെ ഞാൻ ഇനിയും സിനിമകൾ ചെയ്യാനുള്ള, എൻ്റെ റൈറ്ററായിട്ട് അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മോഷ്ടിച്ച കഥ ചെയ്യേണ്ട ഒരു ആവശ്യകത എനിക്കെന്താണുള്ളത്? അല്ല, ഞങ്ങൾക്ക് എന്താണ് ഇവിടെ ഉള്ളത്? ഞാൻ ഈ വർഷം തന്നെ 4-5 സിനിമകൾ വേറെയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തൊരു നിർമ്മാതാവ് എന്ത് തെറ്റാണ് എൻ്റെ അകത്ത് ചെയ്തേക്കുന്നത്? അത് ഇത്രയും വലിയൊരു സിനിമ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇത്രയും സ്ഥലങ്ങളിൽ പോയി, രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്ത സിനിമയുടെ കോസ്റ്റ് എന്തായിരിക്കുന്നത്? നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എത്രയോ മോശകരമായിട്ടാണ് ഇതിന്റെ ഡയറക്ടറെയും എന്നെ പറ്റിയൊക്കെ അതിൻ്റെ അകത്ത് എഴുതി വിട്ടേക്കുന്നത്, റൈറ്ററെ പറ്റിയൊക്കെ പറഞ്ഞേക്കുന്നത്. ഒരാളെ കാട്ടാൻ പറ്റത്തില്ല, അത്രയും വിഷമമുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ സംഘടനകളെ സമീപിച്ചു, ഡയറക്ടർ സഫ്ഖാനെ സമീപിച്ചു. അതിൻ്റെ ഒരു തീരുമാനമാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്.